കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്തുദ്ദേശത്തിലാണ് നാഗിനി ഇങ്ങനെ ഒരു അവിവേകം കാണിക്കാൻ മുതിർന്നത്? എന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ കഴിയാതെ ഞാനിപ്പോ നിരായുധേ നിൽക്കുകയാണ് ഗുരുദേവ. എന്റെ മുന്നിൽ ഏകമാർഗം മരണമാണ്. അല്ലെങ്കിൽ തന്നെ പുത്രവിയോഗത്താൽ നിന്റെ മാതാപിതാക്കൾ വിഷമിക്കുകയാണ്. നിന്റെ പ്രഭു എന്നാൽ നിനക്ക് ജീവനാണെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ പ്രഭുവിന് വേണ്ടി നിനക്ക് ജന്മം തന്നവർക്ക് വേദന നൽകുന്നത് നല്ലതാണോ? ഇത്രയും നാൾ നിന്റെ പ്രഭുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി മാണിക്യം മോഷ്ടിച്ചത് ആരാണെന്നറിയാതെ നീ വിഷമിച്ചു. ഇപ്പോ ആ മനുഷ്യനെ നിനക്കറിയാവുന്നത് കൊണ്ട് അവനെ കൊന്ന് നിന്റെ പ്രഭുവിനെ രക്ഷിക്കും. എന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ഭവാനിക്ക് കൊടുത്ത അനുഗ്രഹമാണ് എനിക്കെതിരായി എന്നെ ഒന്നും പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിൽക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ വധിക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ നിന്റെ പ്രഭുവിനെ രക്ഷിക്കുന്നതിനു വേണ്ടി ധർമ്മത്തിന് മുകളിലുള്ള മറ്റൊരു ധർമ്മം നടപ്പാക്കൂ. അങ്ങനെ എനിക്കൊപ്പം വരൂ. വരൂ മകളെ. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ധർമ്മത്തിന് മുകളിലൂടെ ഒരു ധർമ്മം പ്രവർത്തിച്ച് എന്റെ പ്രഭുവിനെ രക്ഷിക്കണമെന്നാണ് ഗുരുദേവൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അർജുനെ വധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണ് മകളെ ചിന്തിക്കുന്നത്? എന്റെ ഒപ്പം വരൂ. വരൂ മകളെ. സമരം സാഹസമേ പയനം. ആ ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശനമില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി നീ എന്തിനാടാ പോയത്? സമരം സാഹസമേ പയനം. എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ ഇപ്പൊ നിന്റെ ജീവന് തന്നെ ആപത്തുണ്ടാക്കിയല്ലോ. അമ്മയില്ലാതെ ഞാൻ എങ്ങനെയാ അമ്മയെ ജീവിക്കുന്നത്? അമ്മയെക്കാളും വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല അമ്മേ. ഏതൊരച്ഛനും അമ്മയും അവരുടെ മക്കളുടെ ഭാവി നന്നായിരിക്കാനേ ആഗ്രഹിക്കൂ. ജന്മം കൊടുത്ത കുട്ടികളെ അവര് ജീവന് തുല്യ സ്നേഹിക്കും. സ്വന്തം മക്കൾക്ക് വേണ്ടി അവരെന്ത് ബുദ്ധിമുട്ട് സഹിക്കും, എന്ത് ത്യാഗത്തിനും തയ്യാറാകും. അങ്ങനെയൊക്കെ ഉള്ളപ്പോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞങ്ങളൊക്കെ എങ്ങനെയാണ് അത് സഹിക്കുക? വലിയ തെറ്റാണ് അളിയ ചെയ്തത്. ആ ക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചാലും അതിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാലും അത് ചെയ്യുന്നവർക്ക് ജീവൻ തിരികെ കിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെന്തിനാ അളിയൻ അങ്ങോട്ട് പോയത്? ഞാൻ എന്റെ ജീവനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവിടേക്ക് പോകില്ലായിരുന്നു. എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം
നാഗമാതാവാണ്. കുടുംബത്തിന്റെ ദേവതയായ നാഗമാതാവ് പ്രതികാരം ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഇനി നിന്നെ ആരാ വന്ന് രക്ഷിക്കുക? എല്ലാവരെയും രക്ഷിക്കുന്ന നാഗമാതാവ് തന്നെ നിന്നെ കൊല്ലുമെന്ന് സത്യം ചെയ്തിരിക്കുകയാണ്. നാഗമ്മ അവരുടെ ശബ്ദത്തെ ഒരിക്കലും മാറ്റില്ല അർജുൻ. ഭവാനിയുടെ കഴുത്തിൽ അണിയിച്ച താലി കാരണമാണ് ഇന്ന് നാഗദേവത നിന്നെ കൊല്ലാതെ വിട്ടിട്ട് പോയത്. ഇന്ന് നീ രക്ഷപ്പെട്ടെങ്കിലും ഇനി നിനക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആ നാഗമാണിക്യം മോഷ്ടിച്ചതാരാണെന്ന് നാഗദേവത കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നീയാണെന്ന് ഇപ്പം മനസ്സിലായടാ. ഇനി നാഗദേവത നിന്നെ കൊല്ലാതെ വിടില്ലടാ. കൊടുത്ത വാക്ക് നിറവേറ്റുന്നത് നാഗവംശത്തിന്റെ ഗുണമാണ്. താല് തിരികെ കൊണ്ട് തന്നില്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ വെടിയുമെന്ന് നാഗമാതാവ് സത്യം ചെയ്തതല്ലേ? കൊടുത്ത വാക്കിന് ജീവൻ വരെ കളയാൻ തയ്യാറായ നാഗവംശം പകരം വീട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഏതറ്റം വരെ വേണമെങ്കിലും അവര് പോകും. നാഗമാതാവിന്റെ പകയെ വിചാരിച്ച് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കുറച്ചു നിമിഷത്തിന് മുന്നേ വരെ എനിക്കും അർജുനും ഇടയിൽ മാമന്റെ മോളും അപ്പച്ചിയുടെ മോനും എന്നുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ഞങ്ങളെ ആർക്കും പിരിക്കാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് മാറിയിരിക്കുക. ഈ ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഏത് പെണ്ണായിരുന്നാലും താലി കെട്ടിയ പുരുഷനെ കൺകണ്ട ദൈവത്തെ പോലെയാണ് കണ്ടുവരുന്നത്. എന്റെ പുരുഷനെ രക്ഷിക്കുന്നതിനായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. വേണ്ടി വന്നാൽ ഞാൻ വണങ്ങി എന്റെ ദൈവത്തിനെ തന്നെ എതിർക്കാൻ തയ്യാറാണ്. എന്റെ ഭർത്താവിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളാരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ അർജുന് മൃത്യുദോഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ അവനെ വിവാഹം ചെയ്തു. ദോഷങ്ങളുണ്ടായിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ടും എനിക്കതെല്ലാം നേരിടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അർജുനെ വിവാഹം ചെയ്തു. അർജുന് മൃത്യുദോഷമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അന്ന് എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അർജുനെ സമ്മതിപ്പിച്ച് അവനെ കൊണ്ട് ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ചു. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ധൈര്യം ആവശ്യമായി വരുന്നത് മരണസമയത്താ. ആ മരണത്തെ പോലും എനിക്ക് പേടിയില്ല. ഇതൊന്നും പേടിയില്ലാത്ത ഞാൻ എന്തിനാ നാഗമാതാവിന്റെ പകയ്ക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യം? എനിക്ക് ഭയമില്ലാത്ത സ്ഥിതിക്ക് ദൈവമായാലും ദുഷ്ടശക്തിയായാലും എനിക്കൊന്നു തന്നെയാ. വാ അർജുൻ. മോളെ ഭവാനി, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ സുമംഗലിയായിരിക്കാൻ വേണ്ടി അനുഗ്രഹിച്ച ആ നാഗമാതാവ് അതേ നാവ് കൊണ്ട് എന്റെ ഭർത്താവിനെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയില്ലേ? എനിക്ക് തന്ന അനുഗ്രഹത്തെ സംരക്ഷിക്കാൻ പോവുകയാണോ അതോ പക തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണോന്ന് എനിക്ക് ഇന്ന് തന്നെ അറിയണം.
ഞാൻ കൊടുത്ത ആശീർവാദം തന്നെ എനിക്ക് അങ്ങേ രക്ഷിക്കുന്നതിന് ഒരു വലിയ തടസ്സമായി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല പ്രഭു. അമ്മേ നാഗമാതാവേ, എന്റെ ഭർത്താവിനെ കൊന്നുകളയും, മൃത്യുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ നീ സത്യം ചെയ്തതല്ലേ? അമ്മേ, അമ്മയുടെ ശബ്ദം നിറവേറ്റിക്കോളൂ. അമ്മേ, നീ എന്റെ ഭർത്താവിന്റെ ജീവൻ എടുക്കാൻ പോവുകയാണ്. പക്ഷെ നീ തന്ന ഈ താലിയില്ലാതെ വിധവയായി ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറല്ല നാഗമാതാവേ. അതുകൊണ്ട് അമ്മ വന്ന് ഞങ്ങളെ രണ്ടുപേരും കൊന്നേക്ക്. എന്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്റെ ശബ്ദം നിറവേറ്റുന്നതിന് മുന്നേ എന്നെ അനുഗ്രഹിച്ച നീ തന്നെ എന്നെ കൊന്നേക്ക്. അമ്മേ, പുറത്തേക്ക് വാ. എന്റെ ഭർത്താവിനെ കൊല്ലുന്നതിന് നീ എന്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല അമ്മേ. ഞാൻ തന്നെ അമ്മയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. വന്ന് നിന്റെ ശബ്ദം നിറവേറ്റു. വാ നാഗമാതാവേ, വരൂ. നീ ഇനി എന്തൊക്കെ എന്നോട് പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്റെ സന്നിധിയിൽ നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലില്ല. എന്റെ ഈ തീരുമാനം കേട്ടിട്ട് അവനെ ഞാൻ വെറുതെ വിട്ടു എന്ന് വിചാരിക്കണ്ട. നിന്റെ ഭർത്താവിനെ ജന്മം തന്ന അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കേണ്ടത് ഒരു മകന്റെ കടമയല്ലേ അമ്മേ? അങ്ങനെയുള്ളപ്പോ എന്റെ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു പോയി. അതെങ്ങനെയാണ് അമ്മേ ഒരു തെറ്റാവുന്നത്? നമ്മൾ ശരി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണോ അതിന് പുണ്യം ലഭിക്കുന്നത്, അതുപോലെ തെറ്റ് ചെയ്യുമ്പോഴും ആ പാപത്തിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. പാപപുണ്യങ്ങളുടെ ഫലങ്ങൾ ആരായാലും അനുഭവിച്ചേ മതിയാകൂ. അമ്മേ, ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് വേണ്ടിയാ ചെയ്തത്, അനിയത്തിക്ക് വേണ്ടിയാ ചെയ്തത്, അച്ഛന് വേണ്ടിയാ ചെയ്തത്, അനിയന് വേണ്ടിയാ ചെയ്തതെന്നൊക്കെ പറഞ്ഞാല് ചെയ്ത തെറ്റ് ശരിയായി മാറില്ല. ധർമ്മപ്രകാരം ന്യായപ്രകാരം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടുന്ന് പോ രണ്ടുപേരും, ഇവിടുന്ന് പോ രണ്ടുപേരും, ഇവിടുന്ന് പോ രണ്ടുപേരും. അമ്മേ നാഗമാതാവേ, ഞാൻ പറയുന്നെന്ന് കേൾക്കൂ. എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്, എന്നെ വിധവയാക്കരുത്. നീ എന്തു പറഞ്ഞാലും ശരി, എങ്ങനെ പറഞ്ഞാലും ശരി, ഞാൻ പിന്മാറില്ല, പിന്മാറില്ല, ഞാൻ പിന്മാറില്ല. നിന്റെ ഭർത്താവിന് രക്ഷപ്പെടാൻ
ഇനി ഒരു പഴുത് ഞാൻ ബാക്കി വെച്ചിരിക്കില്ല. പോകാനാ പറഞ്ഞത്, പോകാനാ പറഞ്ഞത്, പോകാനാ പറഞ്ഞത്. ഞാൻ പൂജ ചെയ്ത നാഗമാതാവ് എന്നെ, എന്റെ ഭർത്താവിനെ കൊന്നു പകരം വീട്ടി എന്നെ വിധവയാക്കുന്ന് പറയുകയാണ് ഗുരുജി. ആ നാഗമാതാവിനെ നിത്യവും വണങ്ങി കുമ്പിട്ട് പൂജിച്ചത് തെറ്റാണോ ഗുരുജി? ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിട്ടാ അവിടുന്ന് പറയുന്നത് ഗുരുജി. ഞാൻ പൂജ ചെയ്ത നാഗമാതാവ് എന്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറയുന്നു ഗുരുജി. പ്രശ്നങ്ങളുണ്ടാകുമ്പോ അത് ചിന്തിച്ച് വിഷമിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. തലവര ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ആ വിധിയെ എതിർത്ത് ധൈര്യമായി നിൽക്കുമ്പോഴാണ് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളെ കണ്ട് ഭയം നോടും. ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ അമ്മയുടെ മനസ്സ് മാറുന്നില്ലല്ലോ ഗുരുജി. ഇനിയും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ എതിർക്കാനുള്ള ശക്തിയും സാമർഥ്യമൊന്നും ഞങ്ങൾക്കില്ല ഗുരുജി. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ദൈവത്തിനെ എതിർത്ത് നിൽക്കാനല്ല പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കുവാനാണ് പറയുന്നത്. നിന്റെ ഭർത്താവിനൊന്നും സംഭവിക്കാതെ അവനെ രക്ഷിക്കാനുള്ള ശക്തി നിനക്കുണ്ട് ഭവാനി. എപ്പോഴാണോ നീ ഇവന്റെ ഭാര്യയായി മാറിയത്, ആ നിമിഷം തന്നെ നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം പിരിക്കാൻ കഴിയാത്ത വിധമായി. നിന്റെ കഴുത്തിലുള്ള ആ താരയില്ലേ, നീ സുമംഗലിയായിരിക്കുന്നതിനുള്ള അടയാളം മാത്രമല്ലത്, നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവിനെ രക്ഷിക്കുന്നതിനുള്ള ആയുധം കൂടിയാണത്. ജീവൻ എടുക്കുന്നത് പോലെ ബന്ധങ്ങൾ അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തെ ഇനിയും ദൃഢമാക്കുന്നതിന് നീ ശ്രമിക്ക്.